ദോശ വേണ്ടേ? എങ്ങനെ ഇരുട്ടത്തിരുന്നാ മതിയോ? എന്താ ചെയ്യാ? അയ്യണ്ട് ഇറങ്ങിയാറുണ്ടേ. മഴ പെയ്തു കേസ്, മഴ പെയ്തു. മഴ പെയ്തു നോക്കാം. അങ്ങനെ നമ്മുടെ കടല റെഡി ആയിരിക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി കടല റെഡി ആയിരിക്കുകയാണ്. ഞാൻ അവരുടെ ഈ ഫസ്റ്റ് AC കണ്ടിട്ടുണ്ട്. ഈ സെക്കൻഡ് AC ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ അടിച്ച് പിരിഞ്ഞു. രണ്ടാളും രണ്ട് റൂമിലൊക്കെ കിടക്കണം. അവരവരെ ഇഷ്ടല്ല, അത് ഇല്ല. ആ സ്റ്റെപ്സിൽ മൊത്തം വെള്ളാട്ടോ. ഭാഗ്യത്തിനാ ഞാൻ വീഴേണ്ടതായിരുന്നു. നിങ്ങൾക്കൊരു രസം കാണിച്ചു തരണോ? കൂട്ടാൻ ഉണ്ടാക്കൂട്ടോ. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ റൂമിൽ നിന്ന് അമ്മു എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നോക്കിയേ, ഫുള്ള് മഴക്കാറ്. ഇന്നലെ നമ്മൾ ബ്ലൂ സ്കൈ ആയിട്ട് കണ്ടതല്ലേ, ഇന്ന് നേരെ ഉൾട്ട. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെന്നൈയിലെ കാലാവസ്ഥ. ഇന്നലെ നല്ല ഗംഭീര കുറയായിരുന്നല്ലോ രാത്രി. നല്ല ഉറങ്ങിയിട്ടില്ല. AC ഇട്ടാലും വയ്യ, ഇട്ടില്ലെങ്കിലും വയ്യ. AC ഇട്ടാല് ആ തണുപ്പ് കയറിയിട്ട്, AC ഇട്ടില്ലെങ്കിൽ ഉഷ്ണിച്ചിട്ട്. എന്താണാവോ, ഡോക്ടറെ അടുത്ത് നാളെ പോയേ പറ്റില്ല. ഇന്നൊരു ദിവസം മാത്രം നോക്കൂ. ഫുള്ള് മഴക്കാറ് പുറത്ത്. മഴയാണോ? മഴ പെയ്യാൻ പോണ പോലെ ഉണ്ട് കണ്ടിട്ട്. മഴ പെയ്താൽ അടിപൊളിയാവും. ചൂട് കുറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ട. പെയ്തോളും. അപ്പൊ പിന്നെ ഇയാൾക്ക് ഫാനും AC ഇല്ലാണ്ട് സുഖമായിട്ടിരിക്കാറ്. നന്നായി, കാണുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഞാന് കൊണ്ടക്കടലല്ലേ, വലിയ കടല, അത് വേവിക്കാൻ വെക്കാൻ പോവാണ്. വേവിച്ചരാ. കറി മാത്രം ഉണ്ടാക്കിക്കോളൂണ്ട് കേട്ടോ. ദോശ വേണ്ടേ? എങ്ങനെ ഇരുട്ടത്തിരുന്നാ മതിയോ? എന്താ ചെയ്യാ? അയ്യണ്ട് ഇറങ്ങിയാറുണ്ടേ. 10 മണിയായി. ഇനി കുറെ കഴിഞ്ഞ 12 ആവും. എന്താ സംഭവം എന്നറിയോ ഗൈസ്? 10 മണിയായി ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ. 1 മണിയായി ഉറങ്ങിയപ്പോൾ നേരെ ഒരു 9:30 വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. മഴ പെയ്തു ഗൈസ്, മഴ പെയ്തു. വേനൽ മഴ പെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം പെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് പെയ്ത് ഇടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് പെയ്താൽ പൊളിക്കും. മഴ പെയ്ത് നോക്കാം. നമ്മുടെ ആസ് യൂഷ്വൽ ദോശ പരിപാടിയിലേക്ക് തിരിയട്ടെ. ഗംഭീരമായിട്ട് ഇടി വെട്ടുന്നുണ്ട്. മഴ പോവുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ദോശ പരിപാടി കഴിഞ്ഞു. ഇനി കഴിക്കട്ടെ. 10-10:30 ആയി നേരം. ഇവിടെ ആരാ ചീഫ് മിനിസ്റ്റർ ആവാ? എന്തെങ്കിലും ഒരു ഐഡിയ ഇല്ല. വിജയനാവുന്നാണ് തോന്നുന്നത്. രസം എന്താ അറിയോ? കേരളത്തിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യണത് തമിഴ്നാട്ടിലാരും മുഖ്യമന്ത്രി ആവുന്നതാണ്. കാരണം ഇവിടെയല്ലേ സൂപ്പർ സ്റ്റാർ മത്സരിക്കണത്. അവിടെ അത്ര വലിയ ഗംഭീര ആൾക്കാർ ആരും ഇല്ലല്ലോ ഇലക്ഷൻ വെക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹതാപതരംഗം സിമ്പതി വെച്ചിട്ട് ആൾക്കാർ ഇനി കൂടുതൽ വോട്ട് ചെയ്തിട്ട് ഭയങ്കര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. പണച്ചെലവും കൂടുതലാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ടാവില്ല. എന്താണ്? കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കറി ഉണ്ടായിക്കോളൂ. ഞാൻ ഉപ്പേരി മാത്രം ഉണ്ടാക്കാൻ പോകണം. കറി തന്നെ ചുണ്ടല് പോലെ മസാല ഇട്ടൊരു കറി ഉണ്ടാക്കിയാൽ പോരെ? കുറച്ച് ഗ്രേവി വേണം. ഗ്രേവി വേണോ? നമ്മുടെ ലോഗോന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലയന്റിന് അയച്ചു കൊടുക്കണം. ഇഷ്ടപ്പെടുമെന്നാവോ? വൺ ഗുഡ് ന്യൂസ്, +2 റിസൾട്ട് വന്നു. ഇവിടെ വന്ന പിള്ളേരെല്ലാം പാസ്സായി. സെൻറ്റം ഒന്നും ഇപ്രാവശ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ സെൻറ്റം സ്കോറിങ് അങ്ങനത്തെ ഇതല്ല ഇപ്പൊ വന്ന ആൾക്കാര് നോക്കുമ്പോ. ഓക്കെ, ഞാൻ 2 സബ്ജക്ട് ഹാൻഡിൽ ചെയ്തു. 2ഉം ഐ എം സാറ്റിസ്ഫൈഡ്. അല്ല, ഇവിടെ മുകളിൽ കയറുമ്പോ വെള്ളം വഴിക്കില്ല. ആ സ്റ്റെപ്സിൽ മൊത്തം വെള്ളാട്ടോ. ഭാഗ്യത്തിനാ ഞാൻ വീഴേണ്ടതായിരുന്നു വഴുക്കിയിട്ട്. അതാ ചിലപ്പോ മഴ പെയ്തപ്പോ ജനലിലുള്ള കൂടെ ഉള്ളിലേക്ക് വന്ന വെള്ളമായിരിക്കും. ജനൽ കൂടെ എങ്ങനെയാ വരുന്നത്? ഓട്ടയും കൂടെ ഇല്ലല്ലോ. ആ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ അതൊരു പ്രത്യേകതരം പശ തോന്നുന്നുണ്ട്. ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരാതിരിക്കുക ഒട്ടിക്കാനുള്ളത്. നിങ്ങൾക്കൊരു രസം കാണിച്ചു തരണോ? കൂട്ടാൻ ഉണ്ടാക്കൂട്ടോ. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ റൂമിൽ നിന്ന് അമ്മു എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. കറി ഉണ്ടാക്കി വെക്കണം, സാധനം വേവിച്ച് വെച്ചിട്ടുണ്ട്, കടലാണ്. എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നടക്കാറുണ്ടോ? തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്കും വാട്സാപ്പിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഞാൻ എന്തായാലും കടലയും കൊണ്ട് മസാല ഉണ്ടാക്കാൻ പോവാട്ടോ. കടല മസാല നോക്കോ. ഈശ്വര, അങ്ങനെ ഇത് കേൾക്കണോ? ഈ കാണുന്ന ചിരവ കണ്ട? ഈ ചിരവ ഉണ്ടാക്കിയ സമയത്ത് ഇവിടെയൊക്കെ ചെതല് പിടിച്ച് പോയിട്ടുണ്ട്. ഇതുണ്ടാക്കിയ സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞുവാവയുടെ പ്രായം അത്ര. കുഞ്ഞുവാവയ്ക്ക് 4-5 വയസ്സല്ലേ ഉള്ളൂ. ആ പ്രായമാണ് അത്ര അമ്മയ്ക്ക് അന്ന്. ഇപ്പൊ 84 വയസ്സുള്ള ആൾക്ക്. അപ്പോ ഈ ചിരവയുടെ പ്രായം 80 വർഷമാണ്. ഇങ്ങനെയുള്ള പുരാവസ്തുക്കൾ ഇവിടെ മാത്രം കാണാൻ പറ്റും. ദേ ഇവിടെ ഒരു ചട്ടി ഉണ്ടല്ലോ ഇരിക്കുന്നു. ഇതാ ഈ ചട്ടിക്ക് ഇതുപോലെ ഒരുപാട് പ്രായമുണ്ട്. ഇവിടെ കുറച്ച് കറുത്ത കളറിൽ ഇരിക്കുന്ന ചട്ടിയില്ലേ കഴുകാനുള്ളത്, ഇതിന് എന്നെക്കാട്ടും പ്രായമുണ്ട്.
ചിലത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്, മാറ്റില്ല, അങ്ങനെ ഓടിക്കും. കടല മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചട്ടി വെക്കുന്നു, ശേഷം എണ്ണ ഒഴിക്കുന്നു, അതിനകത്തോട്ട് സവാള ഇടുന്നു. സവാള ഒക്കെ മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി അരച്ചത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. അതിൻ്റെ ശേഷം മസാല സാധനങ്ങൾ, ഉപ്പ്, മുളക്, മഞ്ഞളൊക്കെ പാടെ നമ്മൾ എടുത്തിടും. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മൾ ചേർക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ കടല റെഡി ആയിരിക്കുകയാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി കടല റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അവിടെ തോണ്ടി നക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നു. നീ അമ്മയൊക്കെ കഴിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതെ, നാളെ മോര് കാച്ചിയത് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ തൈര് കാലിയാവും ഇന്നലെ തോന്നുന്നുണ്ട്. പിന്നെ വൈകുന്നേരം പാല് വാങ്ങിച്ചു തരണം ഓരോ ഒഴിക്കാൻ. ഇത്രയും കടലേക്ക് പുറത്ത് പോയിട്ട് മേടിച്ചാൽ എത്ര അറിയോ? 30 റുപ്യ. അതിനകത്ത് ഒരു സമൂസം കൂടി ഇട്ട് തരും. ഇവിടെ 40 റുപ്യ വാങ്ങും. അപ്പം നമുക്ക് തന്നെ വെക്കാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് സത്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഏകദേശം 1:45 നേരം. അപ്പോൾ ഇതാ ചോറ്, നമ്മുടെ കടല മസാല, വെണ്ടയ്ക്ക ഉപ്പേരി, മാങ്ങ അച്ചാർ, തൈരുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ക്ലൈമറ്റ് എന്താ കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ടല്ലോ ചൂടില്ലേ? എന്നിട്ട് എന്താ ഇയാൾ വേർത്തോണ്ടിരിക്കുകയാണല്ലോ? എന്താണോ വേർപ്പിന്റെ അസുഖമുണ്ടോ? എന്താണ്? തേങ്ങ അരച്ചിട്ടില്ല. പിന്നെന്താ കൊഴുപ്പ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആ കടല 4 എടുത്തിട്ട് ഞാനവിടെ അരച്ചു. എന്തിനിപ്പോൾ അമ്മ വിളിക്കണത്? ഐ തിങ്ക് ഇന്ന് അമ്മ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട്. അമ്മ ചപ്പാത്തി ഉണ്ടാക്കാനാണോ? ആ അത് എനിക്ക് അല്ലെങ്കിൽ ഇപ്പം ഇയാളാരെയാ കൂട്ടുന്നത്? അങ്ങനെയല്ല ചപ്പാത്തി ഉണ്ടാക്കല്. പുട്ടെങ്ങനെയാ? ചപ്പാത്തി അല്ലേ, അതിലേക്കല്ലേ ചണ മസാല അടിപൊളി. ഹോട്ടലിൽ പോയപ്പോ ഓൺലാണോ? ആ അന്ന് ഹോട്ടലിൽ പോയി കഴിച്ചത് ഓർമ്മല്ലേ ചണ മസാല? പുട്ടിന് കഴിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ പുട്ടുണ്ടാക്കാൻ പറഞ്ഞു. പുട്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പുട്ട് ഞാൻ കഴിക്കില്ലല്ലോ. ഒരു കഷ്ണം പുട്ട് അത് അരിയുണ്ട്, ഗോതമ്പായതുകൊണ്ട് കുറച്ചുകൂടി കഴിക്കാമല്ലോ എനിക്ക്. പുട്ട് ഗോതമ്പ് പുട്ട് ഉണ്ടായിക്കോളൂ. അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നൊരു പറയല്ലേ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ട്. ഏതാ? ആ അരിന്റെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എത്രടാ വാടാ. ആ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റമാണ് പുട്ട്. ഗോതമ്പ് പുട്ടിന്റെ കളറില്ലേ? എനിക്കറിയാൻ പാടില്ല, നമ്മളായിട്ട് വാങ്ങി പൊടിച്ചതല്ലേ, അതുകൊണ്ടാണ്. ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ മൊത്തം കളറിങ്ങോ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? എനിക്കറിയാൻ പാടില്ല. മതി. കറണ്ട് പോയി. ഇപ്പോൾ ലൈറ്റ് ഇട്ട് കാണിക്കാനുള്ള വകുപ്പില്ല. UPS ഓടുന്നത്. കൂട്ടാൻ തന്നെ എടുക്കണില്ല. ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ നല്ല രസമുണ്ട്. വെറുതെ ഇങ്ങനെ തിന്നാൻ തന്നെ രസമുണ്ട്. ഇവിടുന്ന് ചുറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച കാണിച്ചു തരട്ടെ. കണ്ടോ? ഏകദേശം ആകാശത്ത് കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2-4 കിലോമീറ്റർ വരെയൊക്കെ ഡിസ്റ്റൻസിലേക്ക് കാണാൻ പറ്റും. കാഴ്ചയുള്ളവർക്ക് അവിടുത്തെ കാഴ്ച കാണാം, അല്ലെങ്കിൽ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ പരന്ന് കിടക്കുന്നൊരു ഭൂമിയാണ് ഇവിടെ. മോസ്റ്റ് റൊമാൻറ്റിക് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം വീട്ടിലുള്ളത് ടോപ്പത്തെ ഈ പോർഷൻ. ഇത്ര കുഞ്ഞാ നോക്കൂ, ദേണിന്റെ കുട്ടിയാണാവോ? നമുക്കൊന്ന് എടുത്ത് വളർത്തിയാലോ? നിങ്ങൾക്ക് നായ വളർത്ത അത്ര ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ. പൂച്ചേനെ വലിയ കാര്യമില്ല, പക്ഷെ നായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവരുടെ ഈ ഫസ്റ്റ് AC കണ്ടിട്ടുണ്ട്. ഈ സെക്കൻഡ് AC ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. പുതിയതാവുന്നുണ്ട്. അവിടെ ആരും ഇല്ലല്ലോ, ഹസ്ബൻഡ് വൈഫല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ അവർക്ക് രണ്ടാമത്തത്? നോക്കി, അമ്മ അച്ഛനൊന്നും വരാറില്ലല്ലോ. അറിയില്ല, അമ്മ അച്ഛനൊന്നും വരാറില്ല. അവര് മാത്രം ഇഷ്ടല്ലേ? ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു. രണ്ടാളും 2 റൂമിലൊക്കെ എടുക്കണം. അവരവരെ ഇഷ്ടല്ല, അത് വിടൂ. എല്ലാത്തിലും പോയി ഇതാക്കണ്ട. അതിനെ ഓഫീസ് റൂം നമ്മുടെ വീട്ടിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്യാൻ തുടങ്ങിയെന്നാവോ? അയാൾക്ക് വർക്ക് ഫ്രം ഹോം ആണല്ലോ. ആണല്ലേ? അപ്പൊ ഓഫീസ് റൂമാക്കി മാറ്റിയിട്ടുണ്ടാവും ഒരു പക്ഷേ. എടാ അത് വർക്ക് ചെയ്യുന്നുണ്ടടാ. അവിടെ ഡോറ് തുറന്നിട്ടിട്ടാണ് പോകുന്നത്. AC ഇട്ടിട്ട് AC ഓഫ് ചെയ്യണ്ടേ? AC കറണ്ട് പോയതോടെ അങ്ങനെ നിർത്തി. ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നാ വാ, ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുവന്നാല് ഗ്യാസ് വിട്ടൊരു വഴിയാവും. വഴിയിടാൻ നേരം പേടിയാ സാധനം.
അതൊക്കെ പേടിക്കാത്ത ഇഷ്ടപ്പെട്ടത് കഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവർക്ക് പിന്നെ സമാധാനമായിട്ടിരിക്കാൻ വല്ലപ്പോഴും കഴിക്കുക. റെഗുലറായിട്ട് കഴിക്കുമ്പോഴായിരുന്നു പ്രശ്നം. പണ്ട് റെഗുലറായി കഴിച്ചിരുന്നു ഉരുളക്കിഴങ്ങ്, അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം. ഇതിപ്പോൾ വല്ലപ്പോഴും കഴിച്ചാൽ ഒന്നുമില്ല. എന്നാൽ നാളെ ചപ്പാത്തി ഉണ്ടാക്കാം. ഇന്നെന്താ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയുണ്ടോ? മാഗിയോ ഉണ്ടാവില്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. മാഗി ലേശം ഉണ്ടായിരുന്നു, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് അത് തീർന്നു. ഇനി വേണമെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവരണം. അങ്ങനെ ക്ലൈൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു നല്ല അഭിപ്രായം വന്നു, നമ്മൾ ലോഗോ അയച്ചു കൊടുത്തു. അങ്ങനെ വർക്ക് ഏകദേശം ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം. ബായ്.